നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശശി തരൂർ CPM-ലേക്ക് പോകുമോ എന്ന ചർച്ച ഇപ്പോൾ വലിയ സജീവമായുണ്ട്. ദുബായിലെ ഒരു വ്യവസായിയുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. എത്രത്തോളം ശരിയാണെന്നറിയില്ല. ഏതായാലും ശശി തരൂർ മുങ്ങുന്ന കപ്പലിലേക്ക് പോകുമോ അതിനുള്ള സാധ്യതകൾ കുറവാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ തോന്നുന്നത്. കാരണം ശശി തരൂർ വളരെ കൃത്യമായ രാഷ്ട്രീയം വിലയിരുത്തുകയും വളരെ കൃത്യമായ തീരുമാനങ്ങളുമായൊക്കെ മുമ്പോട്ട് പോകുന്ന ആളാണ്. മാത്രമല്ല ശശി തരൂർ ഈ അടുത്ത കാലത്ത് പറഞ്ഞിട്ടുള്ള ചില വാദഗതികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില അഭിപ്രായങ്ങൾ അത് ദേശീയതയ്ക്കും BJP-ക്കും ഒക്കെ അനുകൂലമായ തീരുമാനങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും CPM-ലേക്ക് പോയാൽ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ CPM-ലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടായാൽ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരം നിലപാട് കൊണ്ടൊന്നും CPM-മായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് പോയാൽ അല്ലെങ്കിൽ CPM-മായി ബന്ധപ്പെട്ട് തുടർന്നാൽ സാധ്യമാവില്ല. കോൺഗ്രസിലും അദ്ദേഹത്തിൻ്റെ പ്രശ്നം അതുതന്നെയായിരുന്നു. അദ്ദേഹം പറയാനുള്ളത് പറയുകയും വ്യക്തമായ നിലപാടെടുക്കുകയും ചെയ്യുന്ന ഒരാളാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം CPM-ലേക്ക് പോകുമോ കോൺഗ്രസിൽ നിൽക്കുമോ ഇനി അദ്ദേഹം BJP-യിലേക്ക് വരുമോ എന്നുള്ളൊക്കെ ചർച്ചയിൽ വരേണ്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമുക്ക് ഉടനെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളുമാണ്. നേരത്തെ അദ്ദേഹം 2-3 തവണ BJP-യിലേക്ക് വരാനുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. ഗുരുമൂർത്തിയുമായി ബന്ധപ്പെട്ടാണ് ചർച്ച നടത്തിയത്. 2 പ്രാവശ്യം ചർച്ച നടത്തിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ 2 തവണയും അദ്ദേഹം എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ എപ്പോഴും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ദേശീയതയോടൊപ്പം ഉറച്ചു നിൽക്കുന്ന നിലപാടാണ്. അക്കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം രാഷ്ട്രീയത്തെ വിലയിരുത്തുന്ന ഒരാളെന്ന രീതിയിൽ അദ്ദേഹം CPM-ലേക്ക് പോകില്ല. കാരണം മുങ്ങുന്ന കപ്പലാണ് CPM എന്ന് എല്ലാവർക്കും അറിയാം. മുങ്ങുന്ന കപ്പലിലേക്ക് വീണ്ടും പോയാൽ അദ്ദേഹം ഏത് തരത്തിലാണ് രക്ഷപ്പെടാൻ സാധ്യത എന്നും അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന് പോകാൻ ഏതെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് BJP-യിലേക്കും NDA-യിലേക്കും ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അവിടെയും രാജീവ് ചന്ദ്രശേഖർ എന്ന വൻമരം നിൽക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ അത്തരത്തിലുള്ള ചില തീരുമാനങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ കേരളത്തിൽ BJP-യോടൊപ്പം അദ്ദേഹം ചേർന്ന് നിന്നാൽ വലിയ അത്ഭുതങ്ങൾ കേരളത്തിൽ സംഭവിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. യഥാർത്ഥത്തിൽ കോൺഗ്രസ് അദ്ദേഹത്തോട് ചെയ്യുന്ന വലിയ നെറുകേടാണ്. തുക്കട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടി അദ്ദേഹത്തെ പോലുള്ള ഒരാളെ മാറ്റി നിർത്തുന്നത് വലിയ പ്രതീക്ഷ നൽകാത്തൊരു കാര്യമാണ്. ആലോചിച്ച് നോക്കൂ, അദ്ദേഹമായിരുന്നു ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടതെങ്കിൽ കേരളത്തിൽ UDF ഉറപ്പായും ഭരണത്തിലേക്ക് എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ പോലുള്ളവരെ മാറ്റി നിർത്തി VD സതീശൻ, രമേശ് ചെന്നിത്തല അത്തരത്തിലുള്ളവർ പരസ്പരം തമ്മിത്തല്ലും പ്രശ്നങ്ങളും ഉണ്ടാക്കി മുന്നോട്ട് പോകുമ്പോൾ ആരാണ് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് എന്ന് ആർക്കും മനസ്സിലാകാതെ പോകുമ്പോൾ തീർച്ചയായും ആ തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ രീതിയിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും. പക്ഷേ കേരളത്തിൽ UDF-ന് വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അത് അടുത്ത തെരഞ്ഞെടുപ്പിനും ആവർത്തിക്കുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത്തരമൊരു ശുഭപ്രതീക്ഷയാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം ശരിയാകുമെന്നുള്ളതിനെ സംബന്ധിച്ചിപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എങ്കിലും സാധ്യതകളുണ്ട്. കാരണം തീർച്ചയായും CPM-നെ മടുത്ത് CPM-ന്റെ ഭരണത്തിൽ മനം മടുത്താണ് കേരളത്തിലെ ജനങ്ങൾ ജീവിക്കുന്നതെന്ന് നമുക്കറിയാം. പിന്നീടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഭരണരംഗത്തേക്ക് എത്താനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായും UDF തന്നെയാണ്. BJP-ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഭരണരംഗത്തേക്ക് എത്താനുള്ള ഒരു സാധ്യത കുറവാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായും കുറച്ച് സീറ്റുകളൊക്കെ നേടിയെടുക്കുക എന്ന ആദ്യ ലക്ഷ്യത്തിലേക്ക് BJP കുതിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ ലക്ഷ്യം പൂർത്തീകരിച്ചാൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത് വലിയ ഗുണം ചെയ്യും എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. ഏതായാലും നമുക്ക് ഈ വിഷയത്തിൽ ശശി തരൂർ ദുബായിലെത്തി ഒരു പ്രവാസി വ്യവസായിയുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി. കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്തിൽ അദ്ദേഹത്തിനുണ്ടായ ബുദ്ധിമുട്ടുകൾ അത് അദ്ദേഹത്തെ പാർട്ടി മാറാൻ പ്രേരിപ്പിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും ശശി തരൂർ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ കുറവാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിലും പിണറായി വിജയൻ വലിയ ശുഭപ്രതീക്ഷയിലാണ്. പിണറായി വിജയൻ പറയുന്നത് ഈ പിണറായി വിജയൻ ഞാൻ മനസ്സിലാക്കുന്നത് പിണറായി വിജയനും കൂട്ടരുമൊക്കെ ചിന്തിക്കുന്നത് ഈ ആദ്യം നടത്തിയ ചർച്ചകൾ ഗംഭീര വിജയമാണെന്നാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ശശി തരൂർ അത്തരത്തിലൊരു നീക്കം നടത്തും എന്ന സാധാരണ വിവരവും വിദ്യാഭ്യാസവും ബോധവും ഉള്ള ഒരാൾക്കും ചിന്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കേരള മുഖ്യമന്ത്രി പദം സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി. അദ്ദേഹമാണ് ശശി തരൂരിനെ എല്ലാ തരത്തിലും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് സോണിയാഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടും ഒക്കെ വളരെ അടുപ്പമുള്ള, പ്രിയങ്ക ഗാന്ധിയോടും ഒക്കെ അടുപ്പമുള്ള, അവരുടെ വളരെ ഏറ്റവും വിശ്വസ്തനായ ഒരാളെന്ന രീതിയിൽ ശശി തരൂരിനെ അങ്ങനെ കാണാനും കഴിയില്ല. കാരണം ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൃത്യമായ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് അങ്ങനെ വർത്തമാനം പറയുന്നവർക്ക് ഈ ജനാധിപത്യമൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും സോണിയാഗാന്ധിക്കോ രാഹുൽ ഗാന്ധിക്കോ നെഹ്റു കുടുംബത്തിനോ എതിരെ എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് പുറത്താണ്. അദ്ദേഹം അത് പലതവണ വ്യക്തമാക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് എങ്ങനെയെങ്കിലും ശശി തരൂരിനെ ഇല്ലാതാക്കിക്കൊണ്ട് KC വേണുഗോപാലിന് മുഖ്യമന്ത്രി പദത്തിലേക്ക് വരാനുള്ള ഒരു നീക്കം അദ്ദേഹം നടത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ KC വേണുഗോപാലാണ് യഥാർത്ഥത്തിൽ ശശി തരൂരിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ഏവർക്കും അറിയാം. പക്ഷേ ശശി തരൂരിനുള്ള ഒരു അംഗീകാരം ഒരിക്കലും KC വേണുഗോപാലിന് കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടില്ല. KC വേണുഗോപാൽ കേരളത്തിലെ നേതാവൊക്കെ തന്നെയാണ്. പക്ഷേ KC വേണുഗോപാലിനെ കോൺഗ്രസിന് പോലും അത്ര ഇഷ്ടമുള്ള ആളല്ല. ആകെ ഇഷ്ടമുള്ളത് സോണിയാഗാന്ധിക്കും
രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും മാത്രമാണ്. മല്ലികാർജ്ജുൻ ഖാർഗെ അവരോധിച്ച പോലെ ഒരാളാണ് തീർച്ചയായും ഈ കെ സി വേണുഗോപാൽ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കെ സി വേണുഗോപാൽ ശശി തരൂരിനെ തീർക്കാൻ നിൽക്കുമ്പോൾ ശശി തരൂരിന്റെ പാളയം ഇനി ഇടതായിരിക്കുമോ BJP ആയിരിക്കുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. അദ്ദേഹം ഒരിക്കലും തീർച്ചയായും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇടത് പാളയത്തിലേക്ക് പോവില്ല. അത് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പുമായി മുന്നിൽപ്പെട്ട് ഉണ്ടാകുന്ന ഒരു ചർച്ചകൾ മാത്രമാണ്. അതായത് കോൺഗ്രസിൽ നിന്ന് പോകുന്ന തരൂരിനെ പോലെ ഒരാൾ ഓപ്റ്റ് ചെയ്യുന്നത് CPM-നെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന് ബുദ്ധിയുണ്ടെങ്കിൽ, അദ്ദേഹം നമ്മൾ വിചാരിക്കുന്നത് പോലെ ബുദ്ധിമാനായ ഒരാളാണ്. തീർച്ചയായും അദ്ദേഹത്തിന് ബുദ്ധിയുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരിക്കലും CPM-ലേക്ക് പോകാനുള്ള സാധ്യതകളില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.